ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങൾ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നാട്ടിലിപ്പോൾ മഴയാണെന്നറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുമല്ലേ? ഇവിടെ നമ്മുടെ ചെന്നൈയിൽ മഴ തുടങ്ങിയിട്ടില്ല കേട്ടോ. അടുത്ത മാസം തൊട്ടാണ് ഇവിടെ മഴ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ് ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൂജാ റൂം വിളക്കുമൊക്കെ എല്ലാ ദിവസവും കാണിക്കണമെന്ന്. ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് വേല് അഭിഷേകമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എവരി ട്യൂസ്ഡേ ആണ് ഞാനത് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഞാനധികം അങ്ങനെ വ്ളോഗൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള മുരുകനും വേലും ഒക്കെ ഇപ്പോഴാണ് പൂജാ റൂമിൽ കൊണ്ടുവച്ചത്. പിന്നെ ഇന്നാണെങ്കിൽ നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ആടി സെയിൽ നടക്കുന്നുണ്ട് നമ്മുടെ പോത്തീസിൽ. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നൈയിലെ പാടി പോത്തീസിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ആമിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ അവൾക്ക് വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും എടുത്തത് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഏത് കളറായിരിക്കും ആമിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതെന്ന്. ഇട്ട് നോക്കിയതെല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ 50% ഓഫിലാണ് എല്ലാ തുണികളും കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ സാരിയുടെ സെക്ഷനിലാണെങ്കിലും ഒക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, ഒന്നെടുത്താൽ രണ്ടെണ്ണം ഫ്രീ, അങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ വീഡിയോ, കാരണം നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതൊരു സാറ്റർഡേ ആണ് പോയത്. അപ്പോൾ ഫസ്റ്റ് ഡേ പോയിട്ട് ആമിക്കും ഹസ്ബൻഡിനും എടുത്തിട്ടാണ് വന്നത് കേട്ടോ. ഹസ്ബൻഡിന് എടുത്ത ഡ്രസ്സ് ഞാനിതിൽ കാണിച്ചിട്ടൊന്നുമില്ല. അത് ബ്രാൻഡ് ഷർട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ നൈറ്റ് ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ അണ്ണാനഗറിൽ ഇപ്പോൾ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്, ഒരു ഷോപ്പ്. അപ്പോൾ ഡെസേർട്ടൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങളൊരു ഡെസേർട്ട് മേടിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ 3 ലെയറായിട്ടാണ് വെച്ചേക്കുന്നത്. താഴെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, പിന്നെ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു, പിന്നെ മേലെ ചോക്കോ ചിപ്സൊക്കെ ഇട്ടിട്ടൊരു സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ മലയാളീസിൻ്റെ ഷോപ്പായിരുന്നു അത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. പിന്നെ ഇത് സൺഡേ ആണ് നമ്മൾ വന്നേക്കുന്നത്. വീണ്ടും പോത്തീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ആ ഒരു സിൽവറും വൈറ്റും കൂടി വരുന്ന ആ ഒരു സാരി, പട്ടുസാരി ഇല്ലേ ആദ്യം കാണിച്ചാൽ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ബൈ വൺ ഗെറ്റ് വൺ ആ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇവിടെ നിന്ന് ഞാനൊരു 3 സാരി എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഫ്രീ ഉള്ളതല്ല, സാധാരണ പോലത്തെ. അപ്പോൾ അങ്ങനെ ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അനാർക്കലി സെറ്റും കൂടി ഇതുപോലെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏത് കളറായിരിക്കും ഞാൻ എടുത്തതെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്, ഒന്ന് ഗസ് ചെയ്ത് നോക്കണേ. അത് കുറച്ച് റേറ്റ് കൂടുതലുള്ളതാണ് കേട്ടോ. ആ ഒരു ടോപ്പ് സെറ്റായിട്ട് വരുന്നത് 3000 ആ ഒരു റേഞ്ചിന് വരുന്ന ടോപ്പുകളാണ്. പാൻറ്റും ഷോളും എല്ലാം വരുന്നതാണ്. പിന്നെ കുക്ക്വെയർ സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് ഈ കുക്ക്വെയർ സെക്ഷൻ്റെ ഓഫറിൽ പോകുന്ന സാധനങ്ങൾ വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല തിരക്കാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സെയിലുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ എടുക്കുന്ന പർച്ചേസിന് കൂപ്പൺ തരുന്നുണ്ട്. ഇപ്പോൾ 1000 റുപ്പീസിന് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെ കൂപ്പൺ, അതുപോലെ 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 500 രൂപയുടെ കൂപ്പൺ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂപ്പൺ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒരു 3 ഐറ്റം നമുക്ക് ഫ്രീ ആയിട്ടും തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ കുക്ക്വെയർ സെക്ഷനിലൊക്കെ ഒന്ന് കയറിയതാണ്. ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളും കൂടി ഈ വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഫറിൽ പോയതുകൊണ്ട് മാത്രമാണ് എടുത്തത്. പിന്നെ ഇൻഡസ് വാലിയുടെ കളക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ശരവണ സ്റ്റോറിൽ ഒരിക്കൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇല്ലായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ സന്തോഷ് സ്റ്റോറിലും ഇല്ല. അപ്പോൾ ഇവിടെ പോത്തീസിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഡസ് വാലിയുടെ കുക്ക്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്, ഫ്ലിപ്കാർട്ടിൽ മേടിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് നോക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കിഡ്സിൻ്റെ ടോയ് സെക്ഷനിലും അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞാൽ പുതിയ ട്രെൻഡ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഓൺലൈനിലും കൂടി പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് ഓഫറുള്ള സമയത്ത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കും കേട്ടോ. പക്ഷേ ഞാൻ മോസ്റ്റ്ലി കടയിൽ നിന്ന് തന്നെയാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. എനിക്ക് നേരിട്ട് പോയി കണ്ട് സാധനങ്ങൾ എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ അങ്ങനെ അധികം പോത്തീസിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നാണ് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരികെ ഇറങ്ങി വരുന്ന വഴിയിൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ എണ്ണയൊക്കെ ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മില്ല് തന്നെ ഉണ്ട് ഇതിനകത്ത്. വെളിച്ചെണ്ണയും കടല എണ്ണയും അതൊക്കെ ഇവിടെ ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് 1/2 ലിറ്ററിൻ്റെ ഒരു എണ്ണയും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചക്കിലാട്ടി എണ്ണ. അപ്പോൾ നമ്മൾ എന്തായാലും
ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് വെളിച്ചെണ്ണ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരം ഒരു 6-7 മണിയായിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയതാണ് കേട്ടോ, 10 മണിക്ക് പോയതാണ്. തിരക്ക് കാരണമാണ് ഇത്രയും ലേറ്റ് ആയത്. നമ്മൾ അന്നത്തെ ദിവസം മുഴുവനും അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. പിന്നെ ആടി ഷോപ്പിങ്ങും കൂടി ആയതുകൊണ്ട്, ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്നൊക്കെ വിചാരിച്ചതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. പിന്നെ ഇത് പ്രസ്റ്റീജിൻ്റെ കുക്കർ സെക്ഷനിൽ കയറിയപ്പോൾ ഇതൊരു ഓഫറിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 സെറ്റായിട്ട് വരുന്ന ട്രൈപ്ലൈ കടായി ആണ്. അതിൽ ഒരെണ്ണം സോസ് പാനും ഒരെണ്ണം ഇതുപോലൊരു ഫ്രൈ പാനും പിന്നെ ഒരു കടായിയും. നല്ല തിക്നെസ് ആണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഓഫറിന് പോകുന്നതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഡാമേജ് ആയതാണോ എന്നൊക്കെ. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ശരവണ സ്റ്റോറിൽ പോയപ്പോൾ ഇതേപോലെ തന്നെ പ്രസ്റ്റീജിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. 2 കുക്കർ ഇതുപോലെ ഓഫറിന് കിട്ടിയത് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരു കുക്കർ, അതിലൊരു വലിയ പീസിലുള്ളൊരു കുക്കറിൻ്റെ സൈഡ് ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട് ഇതിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത്. അപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഈ പാത്രങ്ങൾക്കെല്ലാം 15 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും ഡാമേജോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ നമ്മളോട് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞപ്പോൾ അവർ വന്ന് നമുക്ക് ഒന്നുകിൽ സാധനം മാറ്റിത്തരും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പഴയ കുക്കർ ഇങ്ങനെ കേടായിട്ട് ഇതുവരെയും അവരെ വിളിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വാറണ്ടി കാർഡ് എവിടെയോ കളഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് വാറണ്ടി കാർഡ് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാല് കാച്ചുന്ന ഈ ഒരു പാൻ കണ്ടോ, ഇതൊക്കെ നല്ല സോസ് പാനാണ്. ഇതൊക്കെ നല്ല തിക്നെസ് ആണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. എല്ലാം ചെറിയ സൈസാണ്, ഒരുപാട് വലിയ കടായിയും കാര്യങ്ങളൊന്നും അല്ല. അവർ 3 സെറ്റ് നമുക്ക് 1999 രൂപയ്ക്കാണ് ഇത് തന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് തന്നെ, ഒരു കടായിയുടെ റേറ്റ് തന്നെ 1500 പുറത്ത് വരും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഓഫറിലായതുകൊണ്ട് ലാഭമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ലിഡും കൂടി തന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു ചെറിയൊരു കടായിയും ഫ്രൈ പാനും വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് മേടിക്കാൻ പറ്റിയത്. ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഫ്ലാസ്ക് ആണ് കേട്ടോ. നമ്മളുടെ അടുത്ത് ആൾറെഡി ഒരു വലിയ ഫ്ലാസ്ക് ഇരിപ്പുണ്ട്. ചെറുതൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിപ്പോൾ ഓഫറിന് പോകുന്ന റേറ്റ് 650 മറ്റോ രൂപയാണ്. കറക്റ്റുള്ള റേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ചൂടുവെള്ളം ഒഴിച്ചു വെച്ചാൽ ചൂട് നിൽക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ മിൽട്ടൻ്റെ ഓൾറെഡി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓഫറിന് പോയത് കൊണ്ട് മാത്രം ഇതും കൂടി എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം ഈ സ്റ്റേഷനറി ഐറ്റംസും ആമിക്ക് വേണ്ടുന്ന കുറച്ച് കളറിംഗ് ബുക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ നമ്മളിത് വേറൊരു ദിവസം പുറത്ത് പോയ സമയത്ത് A2Bയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് A2B റെസ്റ്റോറൻറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അടയാർ ആനന്ദ ഭവൻ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ സ്വീറ്റ്സ് ഒക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ആമിക്ക് ഇവിടുത്തെ ബട്ടറും പൊറുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട് ഷോപ്പിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കടയിൽ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ഒന്ന് പോത്തീസിൽ നിന്ന് മേടിച്ചിട്ടുള്ള 1-2 ലിപ്സ്റ്റിക്കും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് ഇല്ലായിരുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസസ് കാനഡയുടേതാണ്. അത് എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രയോൺ പോലത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ബീട്രൂട്ടിൻ്റെ കളറിലുള്ളൊരു ഷെയ്ഡാണ്. ഒരുപാട് അങ്ങനെ ഭയങ്കര ഡാർക്കൊന്നും അല്ല. ഇത് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ക്രയോൺസ് എടുക്കാറില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ക്രയോൺ എടുക്കുന്നത്. അപ്പം ഞാൻ പോയിട്ട് ഷോപ്പിൽ പറഞ്ഞത് അവരോട് എൻ്റെ സ്കിന്നിന് ചേരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡ് തരാനാണ് പറഞ്ഞത്. അപ്പം 2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആദ്യം കാണിച്ചത് അത്യാവശ്യം നല്ല റേറ്റാണ്, 1000-ന് അടുപ്പിച്ചായിട്ടുണ്ട്. രണ്ടാമത് എടുത്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ മുന്നേ ഒരു പിങ്ക് ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതും ക്രയോൺ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇതിൻ്റെ ബാക്കിൽ ഉണ്ട്. ഞാനിത് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാനിത് അപ്ലൈ ചെയ്തിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കവിടെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്കവർ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് തരും. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഒരു ചുടുകട്ട കളർ പോലെ വരുന്ന അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ അത് ഈ ഒരു ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഗ്രോസറി എടുത്ത സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ ഞാനങ്ങനെ പച്ച കളറൊന്നും എടുത്തിട്ടൊന്നും ഇല്ല ഇതുവരെയും നെയിൽ പോളിഷ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇട്ടേക്കുന്നതും ഈ ഗ്രീൻ കളറാണ് കേട്ടോ, ഡാർക്ക് ഗ്രീനാണ്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഒരു ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ലോക്കി ചാമ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതാണെങ്കിൽ ബ്രഷ് ടൈപ്പ് പോലത്തതാണ്. ഇത് കുറച്ചിട്ടാൽ മതി. ഞാൻ ചെറുതായിട്ട് ഓരോ ഡോട്ടായിട്ട് ഇങ്ങനെ ചുണ്ടിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വിരൽ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴയ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ബ്രഷ് ഇരിപ്പുണ്ട്, അത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു ചെറിയൊരു കളറിംഗ് ബുക്ക് മേടിച്ചേക്കാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്കൊരു അഡിക്ഷൻ വന്നേക്കുന്നത് ഇപ്പോൾ ഈ സെൻ ആർട്ട്, മണ്ഡല ആർട്ട്, ഡൂഡിൽ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. മണ്ഡല ആർട്ടിൻ്റെ ബുക്ക് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഞാൻ ഷോപ്പിൽ നോക്കിയപ്പോൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ പറ്റും. മാത്രമല്ല ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു റിലീഫാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമുക്ക് നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഇങ്ങനെ കൈകൊണ്ട് വരച്ചിട്ട് കളറിങ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ കിട്ടുന്നൊരു പരിപാടിയാണ് കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് തന്നെ പെർഫെക്ഷൻ തീരെയില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റേതായ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഡിസൈൻ എൻ്റെ ഒരു ഇതിൽ വരച്ച് നോക്കിയാണ്, പക്ഷെ അത് കുളമായി. പിന്നെ ഈ ഒരു റെഡ് കളറിൽ ചെയ്തേക്കുന്നത് ഇത് എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നിയായിരുന്നേ. ഇത് സെൻ ആർട്ട് എന്ന് പറയും. അപ്പോൾ ഒരുപാട് രീതിയിലുള്ള ആർട്ട് ഫോമും കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്ത് കാണും കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഓറഞ്ച് യെല്ലോ മിക്സ് ചെയ്ത് തരുന്നത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആമിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ, നേരം പോകാനായിട്ട് സഹായിക്കുന്നതാണ്. നല്ലൊരു മെഡിറ്റേഷൻ ചെയ്തൊരു ഫീലും കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. ഇനി പതിയെ പഠിച്ച് വരണം. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്, ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് A2Bയിൽ പോയപ്പോഴേക്കും മലായി മട്ക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മേടിച്ചായിരുന്നേ. ഇത് മാംഗോ ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് കഴിച്ചപ്പോഴേക്കും ഒരു പനീറൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ തോന്നിയത്. എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.